തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഉയരുന്നത്. പരാതികൾ പരിശോധിക്കാൻ 1000-ലധികം ഉദ്യോഗസ്ഥരെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിഭജനം എന്ന ആരോപണം പ്രതിപക്ഷവും BJPയും നേരത്തെ ഉന്നയിച്ചതാണ്. ജനവിധി അട്ടിമറിക്കാനാണ് നീക്കമെന്ന വിമർശനം ഉയരുമ്പോൾ വാർഡ് വിഭജനം സർക്കാരിന് തിരിച്ചടിയാകുമോ? അതിരുവിട്ടോ വിഭജനം? റിപ്പോർട്ടർ ലൈവ് തോണിലേക്ക് സ്വാഗതം. നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആർ റോഷിപാൽ, മുബഷീർ പി അക്ബർ, ദീപക് മലയമ്മ, റിനു ശ്രീധർ, അലി അക്ബർ ഷാ, ദിലീപ് ദേവസ്യ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം മലപ്പുറത്തേക്കാണ് പോകുന്നത്. മുബഷീർ പി അക്ബർ, സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിനെതിരെ പരാതികൾ വ്യാപകമാകുമ്പോൾ വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച ജനകീയ പ്രക്ഷോഭത്തിനും നിയമ നടപടികൾക്കും തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറത്താണ് വാർഡ് വിഭജനത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നത്. CPIM ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് അടിച്ചേൽപ്പിക്കുകയാണ് വിഭജനത്തിലെന്നാണ് ലീഗിന്റെ ആരോപണം. ആദ്യം ആ പ്രതികരണം കാണാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഈ തിരഞ്ഞെടുപ്പിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ചെയ്യുന്നത് കടുത്ത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ഇതിനെ വാർഡ് വിഭജനം പ്രഖ്യാപിച്ചപ്പോൾ ആ വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിന് വഴങ്ങാത്തവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരും തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകളെയും മാത്രം ആവശ്യമുള്ളിടത്ത് നിയോഗിച്ചു. അങ്ങനെയാണ് വാർഡ് വിഭജനം അട്ടിമറിക്കാനുള്ള ആദ്യത്തെ ശ്രമം തുടങ്ങുന്നത്. വാർഡ് വിഭജനത്തിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നോംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. വോട്ടർമാർക്ക് വാർഡിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്ത് വന്ന് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് പല വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി പരാതികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്, UDFും കൊടുത്തിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയിൽ നിന്നാണ് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായുള്ളത്. മുബഷീർ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത്യന്തം പ്രാധാന്യം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വാർഡ് വിഭജനം ഭരിക്കുന്ന പാർട്ടികൾ അതാത് ഘട്ടങ്ങളിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനത്തിലേക്ക് പോകാറുണ്ട്. ഇതിപ്പോൾ LDF സർക്കാർ മാത്രമല്ല, മുൻപ് UDF സർക്കാർ ഭരിക്കുമ്പോഴും ആ രീതിയിൽ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വ്യാപകമായി CPM അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് വാർഡ് വിഭജനം നടത്തുന്നു എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ ലീഗ് പോകുന്നു, കോൺഗ്രസ് പോകുന്നു. അതുമാത്രമല്ല, അതിനു മുൻപ് തന്നെ CPI കൂടി ഈ വാർഡ് വിഭജനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. എന്താണ് ഈ മഞ്ചേരി നഗരസഭയിലെ കാഴ്ച? സ്മൃതി, തീർച്ചയായും നമുക്കറിയാം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം നേടിയിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടിയിട്ടുണ്ടെന്നൊരു അവകാശവാദം UDF ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സമാനമായൊരു വാദം LDF ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഇവിടെ അലയടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. അത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ LDFന്റെ, അതായത് CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വാർഡ് വിഭജനം അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷിച്ചും കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ BJPയും CPIയും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിലാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പരാതികൾ, വാർഡ് വിഭജന പ്രക്രിയയിൽ പരാതികൾ വന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് മഞ്ചേരി നഗരസഭ എന്നുള്ളത്. 50-ലധികം വാർഡുകൾ വരുന്നുണ്ട്. പുതിയ വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ കൂടി എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്തിൻ്റെ വാണിജ്യ കേന്ദ്രമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് അണികളാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ പറയുന്നത് സംസ്ഥാന വ്യാപകമായി CPM നൽകിയ പട്ടിക പ്രകാരമുള്ള വാർഡുകളാണ് ആ നിലയിൽ വിഭജിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായ ഒരു പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. വാർഡ് വിഭജനത്തിന് മുൻപായി കാലങ്ങളായി ആ പഞ്ചായത്തിലാണെങ്കിലും നഗരസഭയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരെ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായും പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ അതത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ CPM എഴുതി
കൊടുത്ത പട്ടിക പ്രകാരമുള്ളൊരു വാർഡ് വിഭജനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ളൊരു വിഭജനം തന്നെ അവർ നടത്തിയിരിക്കുന്നു. വാർഡുകളൊക്കെ തന്നെ വിഭജിച്ചുകൊണ്ട് നഗരസഭയാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കൊപ്പം ഈ വാർഡ് വിഭജനത്തിലെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് രൂപീകരിച്ച കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? മഞ്ചേരി നഗരസഭയിലെ നിലവിലെ സ്ഥിതി എന്താണ്? ഇവിടെ ഏത് രീതിയിലാണ് വിഭജനം നടത്തിയിട്ടുള്ളത്? മഞ്ചേരി നഗരസഭയിൽ നിലവിൽ 50 വാർഡുകളാണുള്ളത്. അത് പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം 53 വാർഡുകളായിട്ടാണ് വിഭജനം നടത്തിയിട്ടുള്ളത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുക? ഇതിന് പറയപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ തീർത്തും ലംഘിച്ചുകൊണ്ടാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പാർട്ടി ഓഫീസിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അതിന് കാരണം ഇവിടെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ അനുപാതികമായിട്ടും ഏകദേശം 53 കിലോമീറ്റർ ചുറ്റളവുള്ള മഞ്ചേരി നഗരസഭയിൽ ഒരു സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കാതെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ വിഭജനത്തിന് വേണ്ടിയിട്ട് തീർത്തും രാഷ്ട്രീയക്കാരനായിരിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർക്ക് സെക്രട്ടറിയുടെ ചുമതല നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് ബന്ധപ്പെട്ട 2 റവന്യൂ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കപ്പെട്ടു. അതുപോലെ തന്നെ 1 മാസത്തിനകം തന്നെ 2 ഓവർസിയർമാരെ നിയോഗിക്കപ്പെട്ടു. കാലങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന അതത് രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരെയൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ മാറ്റിക്കൊണ്ടാണ് വാർഡ് വിഭജനം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രക്രിയയാണ്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാവുന്ന ചില ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചുകൊണ്ടാണ്. ഇതിന് സ്വാഭാവികമായിട്ടും ഈ വാർഡ് വിഭജന പ്രക്രിയ നടത്തേണ്ടത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ചുമതലയുള്ള അദ്ദേഹത്തെ സഹായിക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓവർസിയർമാരും ആണ്. അതിനു വേണ്ടിയിട്ട് 4 പേരെ തിരഞ്ഞെടുത്തപ്പോൾ തീർത്തും രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അബദ്ധജടിലമായിട്ടുള്ള വാർഡ് വിഭജനം ഇവിടെ നടത്തിയിട്ടുള്ളത്. നേരത്തെയും ഇവിടെ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. അവരുണ്ടായിരുന്ന സമയത്ത് വാർഡ് വിഭജനം നടത്തിയിരുന്നു. സമാനമായൊരു വിഭജനം തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ 2010 വാർഡ് വിഭജന പ്രക്രിയ കേരളത്തിനകത്ത് നടന്നു. അതിനുശേഷം 15 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു വാർഡ് വിഭജനം. ഈ വാർഡ് വിഭജനത്തിനകത്ത് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടേണ്ട ജനസംഖ്യയും അതുപോലെ തന്നെ വീടുകളുടെ എണ്ണവും അത് ക്രമാതീതമായിട്ട് കുറവ് വരുത്താനും അതുപോലെ തന്നെ 10% കുറവ് വരുത്താനും 10% കൂട്ടാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. അത് മുസ്ലിം ലീഗോ ജനാധിപത്യ മുന്നണിയോ ജയിക്കുന്ന വാർഡുകളിൽ അത് പരമാവധി 9% വരെ വിവിധ വാർഡുകളിൽ കൊണ്ടെത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില വാർഡുകളിൽ അത് 1% പോലും വർധനമില്ലാത്ത രീതിയിലും വാർഡ് വിഭജന പ്രക്രിയ നടത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് സ്മൃതി. ഒരു ചിത്രം മഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ വാർഡ് വിഭജനത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു ചിത്രമാണ് ഇതാ നമുക്ക് കാണാൻ സാധിക്കും. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നെല്ലിക്കുത്ത് വാർഡ് 27ാം വാർഡ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ചിത്രമാണ്. പല രീതിയിൽ വെട്ടിമുറിക്കപ്പെട്ട ഒരു വാർഡ് എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അവർ കാണിച്ചിട്ടുള്ളത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വീമ്പൂർ വാർഡും ഈ നിലയിൽ വെട്ടിമുറിക്കപ്പെട്ടു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വസ്തുതയാണോ? ഈ പ്രചരിക്കുന്ന ചിത്രം ഈ രീതിയിൽ തന്നെയാണോ? മഞ്ചേരി നഗരസഭയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ മാപ്പനുസരിച്ച് ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന 2 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം പുതിയ പോളിംഗ് സ്റ്റേഷനിലേക്ക് വാർഡ് സഭയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഈ 2 വാർഡുകളിൽ മാത്രമല്ല, മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട 2-3 പ്രദേശങ്ങൾ, കടങ്ങഴി, മുള്ളമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളെ ഒരേ പ്രദേശത്ത് തന്നെ 2-3 വാർഡുകളായി വിഭജിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തീർത്തു രാഷ്ട്രീയമാണ്, ഒരു തർക്കമല്ല. മഞ്ചേരി കച്ചേരിപ്പടി ഇപ്പോൾ ഇവിടെ മഞ്ചേരി തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിൽ നിന്ന് തുടങ്ങി ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മുള്ളമ്പാറ എന്ന പ്രദേശത്തെ 2 വാർഡാക്കി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രീതി അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാര്യാട് വീമ്പൂർ എന്ന് പറയപ്പെടുന്ന പ്രദേശം ഉൾനാടൻ പ്രദേശങ്ങളാണ്. അതിനകത്ത് യാത്രാ സൗകര്യം പോലുമില്ല. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം എന്നുള്ളത് ഉദാഹരണങ്ങൾ സഹിതമാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഞ്ചേരി നഗരസഭയിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്. റോഷിപാലാണ് അടുത്തത്. വാർഡ് പുനർവിഭജനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, ജനവികാരം മറികടക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് വാർഡുകൾ വിഭജിച്ചത് എന്നാണ് K. സുരേന്ദ്രൻ പ്രതികരിച്ചത്. അപ്പീൽ പോകാനുള്ള അവസരം പ്രഹസനമാണ് എന്നും BJP പ്രക്ഷോഭം തുടങ്ങുമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണം കാണാം.
വളരെ വ്യാപകമായ കൃത്രിമം ഡീലിമിറ്റേഷനിൽ നടന്നിരിക്കുകയാണ്. പല വാർഡുകളും വിഭജിച്ചിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ഇപ്പോൾ ഇനി അപ്പീൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ ഞങ്ങൾ സമീപിക്കുകയാണ്. മാത്രമല്ല പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഞങ്ങൾ പദയാത്രകൾ തന്നെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായ തോതിലുള്ള പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വലിയ കൃത്രിമമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള എതിരായിട്ടുള്ള ജനവികാരത്തെ മറികടക്കാൻ വാർഡ് വിഭജനം എന്നുള്ള ഒരു ഒറ്റ കച്ചിത്തുരുമ്പ് വെച്ചിട്ട് അതിനെ മറികടക്കാനുള്ള ഒരു പ്ലാനാണ് നടക്കുന്നത്. റോഷിപാൽ, ഇപ്പോൾ ഈ ഭരണഘടനയുടെ 243C വ്യവസ്ഥ പാലിക്കപ്പെടാതെയാണ് ഈ വാർഡ് വിഭജനം എന്നുള്ളതാണ് വ്യാപകമായ പരാതി. ഇതിപ്പോൾ UDF-ൽ നിന്ന് പരാതി ഉയരുന്നു, BJP-യിൽ നിന്ന് ഉയരുന്നു. അതുകൂടാതെ CPI പോലും കോടതിയിലേക്ക് പോകാനുള്ള ആലോചനകളിലേക്ക് കടക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതിപ്പോൾ ഇതിന്മേലൊരു പരാതികൾ പറയാനുള്ള സമയം അവസാനിച്ചില്ലേ? 4-ാം തീയതി ആയിരുന്നില്ലേ അവസാന തീയതി? സ്മൃതി, പരാതി നൽകാനുള്ള സമയം അവസാനിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം BJP ആകട്ടെ UDF ആകട്ടെ എല്ലാവരും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിനൊപ്പമാണ് അവർ ഈ വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പരാതി ഉയർത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ BJP ഉയർത്തി കഴിഞ്ഞു. നാളെ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉടനീളം BJP-യുടെ വാഹന പ്രചാരണ ജാഥ ആരംഭിക്കുകയാണ് നാളത്തോടെ. അത് ജില്ലയിൽ വ്യാപകമായി UDF-ഉം സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. ഏതായാലും വാർഡ് വിഭജനം ഇതുവരെ കാണാത്ത രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ, പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണെന്ന ആക്ഷേപമാണ് കോൺഗ്രസും മുസ്ലിം ലീഗ് ആവട്ടെ BJP-യും CPI വരെ ഉയർത്തുന്നത്. കാരണം അവരവരുടെ വാർഡുകൾ പിന്നീട് ഒരിക്കലും ജയിക്കാത്ത തരത്തിൽ അശാസ്ത്രീയമായി വിഭജിച്ചു എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയർത്തുന്നത്. അതിന് ഉദാഹരണങ്ങളും അവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 6 വാർഡുകൾ പുതുതായി ഉണ്ടാക്കിയെന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അവിടെ CPM-ന് സ്വാധീനമുള്ള മേഖലയാണ്. എന്നാൽ BJP-ക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സ്വാധീനമുള്ള മേഖലകളിൽ വാർഡുകളുടെ എണ്ണം കുറക്കാൻ അശാസ്ത്രീയമായ നടപടികൾ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന ആക്ഷേപമുണ്ട്. സാധാരണ എല്ലാ കാലഘട്ടത്തിലും വാർഡ് വിഭജനം സംബന്ധിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരാറുണ്ട്. പക്ഷേ ഈ തവണ എല്ലാവരും ഉന്നയിക്കുന്ന പരാതി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിലെ ഭരണം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ CPM വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചു എന്ന ആക്ഷേപമാണ്. പക്ഷേ സാധാരണ രീതിയിലുള്ള പുനഃസംഘടന മാത്രമാണ് അല്ലെങ്കിൽ വാർഡ് വിഭജനം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്ന വിശദീകരണമാണ് LDF-ൻ്റെ ഭാഗത്ത്. അത് ന്യായീകരിക്കുന്നു. ഈ വിഭജനം സംബന്ധിച്ചുള്ള ന്യായീകരണം പ്രധാനമായും അതുതന്നെയാണ്. അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണോ ഈ വാർഡ് വിഭജനത്തിൻ്റെ മാനദണ്ഡങ്ങൾ അത് എല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന വിശദീകരണമാണ്. ഏതായാലും ഇനി അങ്ങോട്ട് അത് നിയമ പോരാട്ടമാണ്. ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. മാത്രവുമല്ല അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി അത് അതിജീവിക്കാനുള്ള ഏക അവസരമാണ് ഈ വാർഡ് വിഭജനം എന്ന രീതിയിൽ CPM ഉപയോഗിച്ചു എന്ന ആക്ഷേപം അത് BJP ഉയർത്തുന്നു, UDF-ഉം ഒക്കെ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നടത്തുമ്പോൾ ഈ വാർഡ് വിഭജനം എങ്ങനെ അവർക്കൊക്കെ തിരിച്ചടിയാകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും നിയമപോരാട്ടം ശക്തമായി തന്നെ ഇവരൊക്കെ തുടരും. അതിനൊപ്പം വലിയ പ്രക്ഷോഭവും ഉണ്ടാവും. അതെങ്ങനെയാണ് സർക്കാർ പ്രതിരോധിക്കുക അല്ലെങ്കിൽ LDF ഈ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുക എന്നതും വ്യക്തമല്ല. ഏതായാലും ഇതിൽ ഉയർത്തുന്ന കാര്യങ്ങൾ പലതും വാസ്തവമാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പലയിടങ്ങളിലും അനാവശ്യമായി കൂടുതൽ വീടുകൾ ഈ വിഭജിച്ച വാർഡുകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പലയിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി, അതിൽ പല പരാതികളും വാസ്തവമാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യപ്പെടുന്നുമുണ്ട്. സ്മൃതി, തീർച്ചയായും അത് രാഷ്ട്രീയമായി തന്നെ ദുരുപയോഗം ചെയ്യുന്നു. വാർഡ് വിഭജനത്തിൽ തങ്ങൾക്ക് അനുകൂലമായി ഉദ്യോഗസ്ഥരെ കൊണ്ട് വാർഡ് വിഭജനം നടത്തിക്കുന്നു എന്നുള്ളതാണ് ലീഗിന്റെ പരാതിയായി നേരത്തെ കണ്ടത്. ഇപ്പോൾ BJP-യുടെ പ്രതികരണം ഇപ്പോൾ പൂർണ്ണമായും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പഞ്ചായത്തുകളിലും അതോടൊപ്പം കോർപ്പറേഷനുകളിലും കഴിഞ്ഞ തവണ ആധിപത്യം LDF-നായിരുന്നു. നഗരസഭകളിൽ UDF-നായിരുന്നു മുൻതൂക്കം. അപ്പോൾ ആ സാഹചര്യം മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ഉയരുകയാണ്. നിലവിലെ 100 വാർഡുകളും വെട്ടിമുറിച്ചാണ് നഗരസഭയിൽ ഒരു വാർഡ് കൂട്ടിയിരിക്കുന്നത്. വാർഡ് വിഭജനം വന്നതോടെ നഗരപരിധിയിലെ ജനം നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ്. 100 വാർഡുകളിലെയും ജനങ്ങളുടെ TC നമ്പറും വീട്ടു നമ്പറും മാറുന്നു. ഇങ്ങനെ മാറ്റം വരുന്നതോടെ ജനങ്ങളുടെ രേഖകളെല്ലാം അസാധുവാകുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരത്തുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, തിരുവനന്തപുരത്തെ സാഹചര്യം എങ്ങനെയാണ്? ഒരു വാർഡ് കൂട്ടിയതോടുകൂടി എങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്?
സ്മൃതി, തിരുവനന്തപുരം നഗരസഭയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാണ്, ഒപ്പം CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ 100 വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇതിൽ ഒരു വാർഡ് മാത്രമാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്, 101 വാർഡ്. സാധാരണഗതിയിൽ ജനസംഖ്യാടിസ്ഥാനത്തിലും നാച്ചുറൽ ബൗണ്ടറി തിരിച്ചുമാണ് ഇത്തരത്തിലുള്ള വാർഡ് വിഭജനങ്ങൾ നടക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളുടെ എണ്ണം എടുത്തതിന് ശേഷം വോട്ട് ഏകദേശം 10,000-ഓളം വരുന്ന വോട്ടർമാരുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്താണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തുന്നത്. ഇതിൽ അശാസ്ത്രീയതയുണ്ട് എന്നുള്ളതാണ്. കാരണം നിലവിൽ ഏകദേശം വലിയ 2-3 വാർഡുകൾ തിരഞ്ഞെടുത്തതിനു ശേഷം അതിനെ മുറിച്ച വാർഡുകൾ വിഭജിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിലവിൽ ഈ 100 വാർഡുകളെയും കുഴച്ചു മറിച്ച് വെട്ടിമുറിച്ചാണ് തിരുവനന്തപുരം നഗരസഭയിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള 100 വാർഡുകളിൽ 8 വാർഡുകൾ ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടം താണുപിള്ളയുടെ പേരുള്ള PTP നഗർ എന്ന് പറയുന്ന വാർഡ് ഉൾപ്പെടെ ഇല്ലാണ്ടായിരിക്കുന്നു. പകരം ഒരു വാർഡ് കൂടി 9 വാർഡുകളായി മാറുകയും ചെയ്തിരിക്കുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണെന്ന് ആരോപിച്ചുകൊണ്ട് BJP ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വാർഡിലെ ജനങ്ങളാണ്. ഈ 100 വാർഡും വെട്ടിമുറിച്ചതോടുകൂടി 100 വാർഡുകളിലെയും ജനങ്ങളുടെ വീട്ടു നമ്പർ, അതായത് TC നമ്പരും അതുപോലെ തന്നെ വാർഡ് നമ്പരും മാറും. ഇത് മാറുന്നത് കൊണ്ട് ഈ ജനങ്ങളുടെ എല്ലാം രേഖകളും അസാധുവായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ആധാർ കാർഡ്, ഒപ്പം റേഷൻ കാർഡ്, മറ്റ് തിരിച്ചറിയൽ രേഖകൾ എല്ലാം ഇനി ഒന്നേന്ന് ഇവർ തയ്യാറാക്കി എടുക്കേണ്ടതായിട്ട് വരും. ഇതിന് ഏകദേശം 3-4 വർഷങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. ആ 4 വർഷക്കാലം ഇവർക്ക് ഒരു രീതിയിലുള്ള ഒരു സർക്കാർ സഹായവും ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം പുതിയ വാർഡ് നമ്പരും പുതിയ വീട്ടു നമ്പരും ഉണ്ടായി വരുമ്പോൾ ഇവരുടെ രേഖകൾ ഒരു സ്ഥലത്തും എടുക്കാതെ വരും, ലഭ്യമാകാതെ വരും, അത് അസാധുവാകുന്ന സാഹചര്യം വരും. സൗജന്യ ചികിത്സയടക്കം ലഭിക്കുന്നവർക്ക് അത് ലഭ്യമാകാതെ വരും. പെൻഷനിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ കുടുംബശ്രീയിലെ വായ്പകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വാർഡ് നമ്പരോ വീട്ടു നമ്പരോ മാറ്റി നൽകിയതിന് ശേഷം അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു വാർഡ് വിഭജനം നടത്തേണ്ടി വരിക ആയിരുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ മുതിരാതെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് CPM ഇത്തരത്തിൽ വാർഡ് വിഭജിച്ചു എന്നുള്ളതാണ്. നിലവിൽ 6 വാർഡുകൾ, അതായത് 24 വാർഡുകളാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ തിരുവനന്തപുരം നഗരസഭയുടേതായി ഉണ്ടായത്. ഈ കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത് CPM-ന്റെ കുത്തകയാണ്. അവിടെ ഈ 8 വാർഡുകൾ മുറിച്ച് 9 ആക്കുന്നു. അതിൽ 6 വാർഡുകളും കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് പോയിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ആണ് ഈ 6 വാർഡുകളും മുറിച്ച് കഴക്കൂട്ടത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ഒരു വാർഡ് പകരം ഒരു വാർഡ് കൂടി കൂട്ടിക്കൊടുത്തിരിക്കുന്നു. കോവളം മണ്ഡലത്തിൽ നിന്ന് ഒരു വാർഡ് എടുത്ത്, നമുക്കറിയാം കോവളം കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, അവിടെ നിന്ന് ഒരു വാർഡ് വിഭജിച്ച് നിയമമണ്ഡലത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായാണ് ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ളൊരു വാർഡ് വിഭജനം എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ഈ വാർഡ് വിഭജനത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളാണ്. ഇവർ ഇനി ഏകദേശം 101 വാർഡുകളിലെയും ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി പുതിയ രേഖകൾ അവർക്ക് തയ്യാറാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനപ്പുറം സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള വിവരമായി ഇപ്പോൾ റിനു ശ്രീധർ നൽകിയിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയുണ്ട്, PK ഷറഫുദ്ദീൻ, ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഷറഫുദ്ദീൻ, ഇപ്പോൾ വാർഡ് വിഭജനം എന്നുള്ളത് പൂർണ്ണമായും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-നെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ലീഗ് ഉന്നയിക്കുന്നു, BJP ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഉന്നയിക്കുന്നു. നിയമ പോരാട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണ്. ഈ വാർഡ് വിഭജനത്തിൽ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാതെ ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കാറുണ്ടോ? ഇവിടെ പ്രധാന പ്രശ്നം ഇത്തരത്തിലൊരു വാർഡ് വിഭജനം ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് നേരത്തെ എടുത്തിട്ടുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ടത് വാർഡുകളുടെ എണ്ണം കൂട്ടലല്ല, കേരളത്തിൽ നടക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ പുതുതായി രൂപീകരിക്കുകയാണ്. കാരണം ആർട്ടിക്കിൾ 243C പ്രകാരം
കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനസംഖ്യ, വാർഡുകളുടെ ജനസംഖ്യ കഴിയാവുന്നിടത്തോളം ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ അത് ചില സ്ഥലത്ത് പ്രായോഗിക പ്രയാസം ഉണ്ടാവും. വലിയ ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിലൊക്കെ, ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ അതിൽ മാറ്റം വരുത്തേണ്ടി വരും. എന്നാൽ സമാനമായ ഭൂവിസ്തൃതിയുള്ള അടുത്തടുത്തുള്ള പഞ്ചായത്തുകളിൽ പോലും വലിയ അന്തരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ശരാശരി ഒരു വാർഡിലെ ഇപ്പോഴുള്ള വാർഡ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർഡിലെ ജനസംഖ്യ 1503 എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ വരുന്ന ജനസംഖ്യ 2851. അപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനം, അവിടെ പുതിയ തദ്ദേശ സ്ഥാപനം രൂപീകരിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക, ജനങ്ങൾക്ക് സേവനം കൃത്യമായി ലഭിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്നത് വെറും 2553 പോപ്പുലേഷനുള്ള ഇടമുലക്കുടി ഗ്രാമപഞ്ചായത്തിൽ അവിടെ പോലും വാർഡിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തിയാണ്. 14 വാർഡാക്കി വർദ്ധിപ്പിക്കുമ്പോൾ 159 അവിടെ ഒരു വാർഡിൽ വരുന്ന പോപ്പുലേഷൻ. അപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം തന്നെ തെറ്റാണ്. ഇതിനെ നിയമ നടപടിയിലേക്ക് നീങ്ങുകയല്ല, മുസ്ലിം ലീഗ് നീങ്ങിക്കഴിഞ്ഞു. അതിലൊരു കേസിൽ ലീഗിൻ്റെ സ്റ്റാൻഡിന് അനുകൂലമായി വിധി വന്നു കഴിഞ്ഞു. 1200 തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് വിഭജിക്കുക എന്നുള്ള സർക്കാർ നിലപാട് ഇപ്പോൾ മാറ്റേണ്ടി വന്നു. അതിൽ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയെ മുസ്ലിം ലീഗ് പ്രതിനിധികൾ നൽകിയ കേസിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അതിനുള്ള പ്രധാന കാരണം ലീഗ് പ്രധാനമായിട്ട് 3 കേസാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിധി അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കെയാണ്. വാദം പൂർത്തിയായിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ 55 ഗ്രാമപഞ്ചായത്തുകളിലും 8 മുനിസിപ്പാലിറ്റികളിലും വാർഡിൻ്റെ എണ്ണം വർദ്ധിക്കുന്നില്ല ജനസംഖ്യൻ്റെ അടിസ്ഥാനത്തിൽ. എന്തിനാണ് അവിടെ പുതുതായിട്ട് വാർഡ് വിഭജനം നടത്തേണ്ട കാര്യം? അതിലാണ് കോടതിയെ സമീപിച്ചപ്പോൾ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയെ മാത്രം വാർഡ് വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കി ഡീലിമിറ്റേഷൻ സമിതി കേസ് പരിഗണിക്കുന്നതിൻ്റെ അടുത്ത ദിവസം ഉത്തരവിറക്കുന്ന സമീപനമുണ്ടായി. അവരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിന് പറഞ്ഞത് അവിടെ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വാർഡ് വിഭജനം നടക്കുകയും അതോടൊപ്പം തന്നെ വാർഡിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രത്യേകമായ ഒരു ഉത്തരവിറക്കി അവരെ ഇപ്പോൾ വാർഡ് വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ 55 ഗ്രാമപഞ്ചായത്തുകളിലും ബാക്കി വരുന്ന 8 മുനിസിപ്പാലിറ്റിയിലും വാർഡ് വിഭജനത്തിൻ്റെ ആവശ്യമില്ല. അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ തന്നെ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടക്കുന്നത്. ഈ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 24 മുനിസിപ്പാലിറ്റികളിൽ 2015 വാർഡ് വിഭജനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഒരേ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണ വാർഡ് വിഭജനം നടക്കുന്നത്? അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 243C പ്രകാരം കഴിയാവുന്നിടത്തോളം പോപ്പുലേഷൻ ഒന്ന് തന്നെ ആയിരിക്കണം. അതുമൂലം പ്രതിസന്ധി നേരിടുന്ന ഗ്രാമപഞ്ചായത്തുകൾ, ഒളവണ്ണ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടപടി തന്നെ, സർക്കാർ എടുത്ത നടപടി തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുകൂലമായിട്ടാണ് ഈ വാർഡ് വിഭജനം നടത്തുന്നത് എന്നെങ്ങനെ നിങ്ങൾ സ്ഥാപിക്കും? അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് പറയാം. അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ CPM മാത്രം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട്. പ്രാദേശിക CPM നേതൃത്വങ്ങൾക്കൊക്കെ ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്ര എണ്ണം വാർഡ് വർദ്ധിക്കും, പരമാവധി വാർഡിൻ്റെ എണ്ണം ഗ്രാമപഞ്ചായത്ത് 24 ആവും. സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രാദേശിക തലത്തിൽ CPM അതിൻ്റെ വിവരം കിട്ടുകയാണ്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് നിന്ന് രജിസ്റ്ററിൻ്റെ പകർപ്പെടുത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ വാർഡ് വിഭജനത്തിൻ്റെ പ്രപ്പോസൽ CPM മാസങ്ങൾക്ക് മുമ്പേ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന ശേഷം പറയുന്നത് ഒക്ടോബർ 1 അടിസ്ഥാനമാക്കി അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരമുള്ള വാർഡ് വിഭജനം നടത്താൻ പറയുന്നു. പക്ഷേ അതിൻ്റെ മുമ്പേ തന്നെ പ്രപ്പോസൽ തയ്യാറാക്കി പുതിയ കെട്ടിട നമ്പർ കൂടി ആഡ് ചെയ്ത് പരിഷ്കരിച്ചുകൊണ്ട് അവർ സെക്രട്ടറിക്ക് നൽകുന്ന സമീപനമാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 21 ക്യൂഫീൽഡ് ആപ്പിൽ മാപ്പ് നൽകാൻ സെക്രട്ടറിമാരോട് പറയുന്നത്. വെറും 21 ദിവസം കൊണ്ട് സെക്രട്ടറിമാർക്ക് എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും? അപ്പോൾ വളരെ പരിമിതമായ സമയം സെക്രട്ടറിമാർക്ക് നൽകുന്നു. എന്നിട്ട് പാർട്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രപ്പോസൽ സെക്രട്ടറിമാർക്ക് നൽകുന്നു. അത് സെക്രട്ടറിമാരെ കൊണ്ട് ഭരണ സ്വാധീനത്തിൽ നിർബന്ധിച്ച് പ്രപ്പോസൽ സമർപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിൽ സെക്രട്ടറിമാരുടെ വ്യാപകമായ സ്ഥലം മാറ്റം നടക്കുന്നു. ചില പഞ്ചായത്തുകളിലേക്ക് മറ്റു പഞ്ചായത്തിലുള്ള സെക്രട്ടറിമാർക്ക് ചുമതല നൽകുന്നു. ഈ പ്രവർത്തനമൊക്കെ വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് CPM പാർട്ടി ഓഫീസിൽ നിന്ന് പ്രപ്പോസൽ തയ്യാറാക്കിയ സെക്രട്ടറി അതിൻ്റെ കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ മാപ്പ് മാത്രമല്ല, മാപ്പിലും കൃത്രിമം നടന്നിട്ടുണ്ട്, മാപ്പ് മാത്രമല്ല പരിശോധിക്കേണ്ടത്. കാരണം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് ടോട്ടൽ തദ്ദേശ സ്ഥാപനത്തിലുള്ള പോപ്പുലേഷനെ ടോട്ടൽ വാർഡ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയായിരിക്കണം ഒരു വാർഡിൻ്റെ ജനസംഖ്യ.
അതിൽ നിന്ന് 10% കൂടുകയും കുറയുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം വേണം. ഒരതിര് കൃത്യമായി ആ ശരാശരി ജനസംഖ്യയിൽ ഒരു വാർഡിൻ്റെ അതിര് ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ആ അതിര് കിട്ടുന്നത് വരെ ആ വാർഡിൻ്റെ വിസ്തൃതി നീട്ടാം. പക്ഷേ അത് 10% കൂടുകയോ കുറയുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ? UDF സ്വാധീനമുള്ള മേഖലയിൽ അത് 10% ഉയർത്തുന്നു. LDF സ്വാധീനമുള്ള മേഖലയിൽ അത് 10% താഴോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ LDF സ്വാധീനമുള്ളിടത്ത് കൂടുതൽ വാർഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു. UDF മേഖലകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വാർഡായിട്ട് കൃത്രിമമായി രൂപപ്പെടുത്തുന്നു. ഇത് എല്ലായിടത്തും വ്യക്തമാണ്. മാത്രമല്ല ഈ 10% അധികമെന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ അവിടെ പരമാവധി ഒരു വാർഡിൽ വരാവുന്ന വീടിൻ്റെ എണ്ണം 730. അപ്പോൾ ഒരു വാർഡിൽ കൊടുത്തു 730. പക്ഷേ ആ വാർഡിനകത്ത് അനുബന്ധം 2A പ്രകാരം ചേർത്തിരിക്കുന്ന കെട്ടിട നമ്പറുകൾ കൃത്യമായി എണ്ണി നോക്കിയപ്പോൾ 990 വീടുകൾ ആ വാർഡിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ 230-60 വീടുകൾ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് 48% ആ വീടിൽ പോപ്പുലേഷൻ അധികമായി വരുന്നത്. പരമാവധി 10 കൂടാൻ പറ്റുള്ളൂ. അതിന് തന്നെ കാരണം വേണം. 48% അധികം വരുന്നു. ഇങ്ങനെ കേരളത്തിൽ ഉടനീളം മഞ്ചേരി പറഞ്ഞു, കൊടുവള്ളി പറഞ്ഞു, കണ്ടില്ലേ? ഒരു നിലക്കും ബന്ധപ്പെടാത്ത 2 ഭൂപ്രദേശങ്ങൾ ഒരു പ്രദേശത്ത് റൗണ്ടിൽ ഒരു പ്രദേശത്ത് എടുക്കുന്നു. എന്നിട്ട് ഒരു നീർച്ചാല് പോലെ ഒരു അതിരിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ഭൂപ്രദേശത്ത് നിന്ന് ഒരു റൗണ്ടിൽ ഒരു പ്രദേശത്ത് എടുക്കുന്നു. അതാണ് ഒരു വാർഡ്. എങ്ങനെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ സാധിക്കും? ശരി, അപ്പോൾ വാർഡ് വിഭജനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നു, ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വാദമാണ്. ഷറഫുദ്ദീൻ, ഞാൻ തിരിച്ച് അടുത്ത ഘട്ടത്തിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സ്ഥലങ്ങളിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മലബാറിലെ സാഹചര്യം, മലപ്പുറത്തെ സാഹചര്യം കണ്ടു, തിരുവനന്തപുരത്തെ സാഹചര്യം കണ്ടു. തദ്ദേശ വാർഡ് വിഭജനത്തിൽ CPM ഇടപെടൽ നടത്തിയെന്നാണ് ലീഗിന്റെ പ്രധാന ആക്ഷേപം. കണ്ണൂർ പരിയാരം പഞ്ചായത്തിൽ നിരവധി വാർഡുകൾ അശാസ്ത്രീയമായി വിഭജിച്ചു എന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തിയെന്നാണ് UDFന്റെ ആരോപണം. എന്നാൽ ആരോപണത്തെ നിഷേധിക്കുന്നു CPIM. വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് UDFനെ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിഭജനത്തിന്റെ രൂപരേഖ മനസ്സിലാക്കുന്നതെന്ന് CPM നേതാക്കൾ പ്രതികരിച്ചു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, എല്ലായിടത്തു നിന്നും പരാതികൾ വരുന്നുണ്ട്. കണ്ണൂരിലെ സാഹചര്യം എന്താണ്? നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നുണ്ടോ? CPM ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് തയ്യാറാകുന്നുണ്ടോ? സ്മൃതി, അതായത് കണ്ണൂരിലെ ഏറെക്കുറെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളുണ്ട്. അതിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് പ്രധാനമായി പരാതി ഉന്നയിക്കുന്നതെങ്കിൽ കൂടി ചിലയിടങ്ങളിൽ CPM നേതാക്കൾ തന്നെ അല്ലെങ്കിൽ CPM തന്നെ ഇങ്ങനെയുള്ള പരാതികൾ ഈ തദ്ദേശ വകുപ്പിലേക്കും അതുപോലെ തന്നെ കോടതിയിലേക്കുമൊക്കെ പോയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ ഈ ഒരു പരിയാരം പഞ്ചായത്തിൻ്റെ പ്രശ്നം, പരിയാരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ കോടതിയിലേക്കും മറ്റ് നടപടികളിലേക്കുമൊക്കെ കടക്കുന്നത്. അതിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ആക്ഷേപം. നമുക്കതിൻ്റെ ഈ രൂപരേഖ വെച്ച് തന്നെ സംസാരിക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാനമായ 2 വാർഡുകളിലാണ് ആക്ഷേപമുള്ളത്. ഈ പറയുന്ന ഈ വാർഡ്, അതായത് മുക്കുന്ന് എന്ന് പറയുന്ന ഒരു വാർഡാണ് ഈ കാണുന്നത്. ഈ വാർഡിൻ്റെ ഒരു ഭാഗം, അതായത് ഈ കുപ്പം ബ്രിഡ്ജിന് ഇപ്പുറത്തേക്കുള്ള, അതായത് ഈ കുപ്പം ബ്രിഡ്ജിൻ്റെ ഒരു വശത്തെ ഭാഗം ഈ മുക്കുന്ന് വാർഡിൽ ഉൾപ്പെടുത്തി. പകരം കുപ്പം വാർഡിനകത്ത് ഒരു വലിയ നീണ്ട രീതിയിൽ ഏകദേശം 3-4 കിലോമീറ്റർ ദൂരത്തേക്ക്, അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇതുവഴി ഇങ്ങനെ കടന്നുപോയി ഇങ്ങനെ കടന്ന് ഇത്തരത്തിൽ ഒരു 3-4 കിലോമീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെ ഈ വാർഡ് വിഭജനം നടത്തി എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗ് ആക്ഷേപിക്കുന്നത്. നിലവിൽ 18 പഞ്ചായത്ത് വാർഡുകളാണ് നിലവിലുള്ളത്. 3 വാർഡുകൾ കൂടി അധികമായി വന്നു. അതിൽ 21 വാർഡുകളായി ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിൻ്റെ കരട് പുറത്തു വന്നപ്പോൾ ആ രീതിയിലായിട്ടുണ്ട്. അതിൽ 11 നിലവിലെ അംഗസംഖ്യ വെച്ച് കഴിഞ്ഞാൽ 11 പേർ CPIM, അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണ്. 7 പേർ UDFൻ്റെ പ്രതിനിധികളുമാണ്. CPM പറയുന്നത് ഇത്തരത്തിൽ UDFനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കരട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് CPM നേതാക്കൾ പോലും അറിഞ്ഞിട്ടുള്ളത്. അല്ലാതെ മുൻകൂട്ടി തയ്യാറാക്കി ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടല്ല. ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് എന്ന കാര്യം CPMന് ബോധ്യമായിട്ടുണ്ടോ? ഇപ്പോൾ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ കരട് സംബന്ധിച്ച കാര്യം ഞങ്ങളും കാണാനിടയായി. സ്വാഭാവികമായി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നാച്ചുറൽ ബൗണ്ടറി, 2011 ജനസംഖ്യ, പുതുതായി വരുന്ന നമ്പർ അടക്കമുള്ള വാർഡുകളുടെ എണ്ണം വരുമ്പോൾ 21 വാർഡ് വരും. അപ്പോൾ ആ വാർഡിൻ്റെ എണ്ണം കൊണ്ട് 2011 ജനസംഖ്യ വെച്ച് ഭരിച്ചപ്പോൾ ഒരു വാർഡിലെ ശരാശരി ജനസംഖ്യ കിട്ടും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ വീടുകളുടെ എണ്ണവും നാച്ചുറൽ ബൗണ്ടറിയും എല്ലാം പാലിച്ചുകൊണ്ടാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധികൃതർ
കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് പ്രകാരമാണ് നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ കാണുന്നത് പോലെയാണ് CPM-ൻ്റെ ഭാഗമായി ഞങ്ങളും ആ കരട് കാണുന്നത്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തത്വത്തിൽ മാനദണ്ഡത്തിൽ ലംഘനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശോധനയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 വാർഡുകളെ സംബന്ധിച്ചാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുന്നത്. അതൊന്ന് മുക്കുന്ന് വാർഡാണ്, മറ്റൊന്ന് കുപ്പം വാർഡാണ്. അതായത് ഈ കുപ്പം വാർഡ് ഏകദേശം 4 കിലോമീറ്റർ ദൈർഘ്യം, അതായത് അവിടെയുള്ള വാർഡ് ഒരു ഗ്രാമസഭ വിളിച്ചാൽ പോലും ആ വാർഡിലെ ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം പറയുന്നുണ്ട്. അതിന് പുറമെ ചെറിയ, അതായത് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വാർഡിൻ്റെ അതിർത്തി നിർണ്ണയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ ചെയ്തിട്ടുള്ളത്? വസ്തുതാപരമായി ലീഗിൻ്റെ പ്രതിനിധികൾ പറയുന്നതിൽ യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവുമില്ലാത്ത കാര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ മാനദണ്ഡത്തിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വാർഡ് വിഭജിച്ച കാര്യങ്ങൾ കരടിൻ്റെ നിർദ്ദേശം പ്രാവർത്തികമാവില്ലല്ലോ. അത് സംബന്ധിച്ച് അപ്പീൽ കൊടുക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വാഭാവികമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടും വ്യക്തികൾക്കും എല്ലാം കൊടുക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ഈ ആരോപണം അവരുടെ ഭരണകാലത്ത് അവർക്ക് നേരിട്ട് ഇത്തരത്തിൽ ഇടപെട്ട അനുഭവങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും CPM-ന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വളരെ അർജുൻ, കോർപ്പറേഷനുകളുടെ കാര്യം നോക്കുമ്പോൾ കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലാ കോർപ്പറേഷനുകളും LDF ആണ് ഭരിക്കുന്നത്. കണ്ണൂർ കൂടി പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം സ്വാഭാവികമായും CPM-ന് ഉണ്ടാകും എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണൂർ ഇപ്പോൾ UDF ഭരിക്കുന്നു, ബാക്കിയെല്ലാം CPM ഇടത് ഭരണത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ആ സാഹചര്യം കൂടി എങ്ങനെയാണ് അതിനെ CPM അതിനോട് പ്രതികരിക്കുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. സ്മൃതി, അതായത് കണ്ണൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. CPM-ന്റെ ഈ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതല വഹിക്കുന്ന തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള CM കൃഷ്ണനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കോർപ്പറേഷൻ പരിധിയിൽ വരുമ്പോഴുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കൃഷ്ണന് അതിന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിലാണ് അതിപ്പോൾ കൃഷ്ണനെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഉത്തരവാദപ്പെട്ട പാർട്ടി പ്രതിനിധികളോടും അതുപോലെ തന്നെ അവരോടും എവിടെയും ഏത് തദ്ദേശ സ്വയംഭരണ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡ പ്രകാരമാണ് കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ആക്ഷേപങ്ങളോ അപ്പീലുകളോ അഭിപ്രായങ്ങളോ സമർപ്പിച്ചാൽ അതൊക്കെ പരിശോധന ചെയ്യാനുള്ള സംവിധാനവും 16,000-ത്തിലധികം പരാതികൾ ഈ 4-ാം തീയതിയായിരുന്നു അവസാന ദിവസം പരാതി നൽകേണ്ട. 16,000-ത്തിലധികം പരാതികൾ ഇതിനകം തന്നെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നിയമ പോരാട്ടത്തിലുമാണ്. അപ്പോൾ കണ്ണൂരിലെ സാഹചര്യമാണിപ്പോൾ അർജുൻ കല്യാട് ചൂണ്ടിക്കാണിച്ചത്. അടുത്ത ഇടത്തേക്ക് പോകാം. അടുത്തത് വാർഡ് വിഭജനത്തിലെ എറണാകുളം ജില്ലയിലേക്കാണ്. എറണാകുളം ജില്ലയിലും വ്യാപകമായ പരാതികളുണ്ട്. വിഭജനം അശാസ്ത്രീയമാണെന്നാണ് UDF പരാതിപ്പെടുന്നത്. LDF രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുകയാണ്. മാനദണ്ഡം തെറ്റിച്ചുള്ള വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കുമെന്നും UDF വ്യക്തമാക്കുന്നു. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നിന്നാണ് അലി അക്ബർ ഷാ ഉള്ളത്. അലി അക്ബർ ഷാ, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ എറണാകുളത്തെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനാകുന്നത്? എല്ലായിടത്തു നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. എന്താണ് എറണാകുളത്തെ ചിത്രം? സ്മൃതി, എറണാകുളത്തും ചിത്രം വ്യത്യസ്തമല്ല. വ്യാപകമായ പരാതിയാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. UDF-ന്റെ ഭാഗത്തുനിന്നും വലിയ നിലയിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. പ്രധാനമായും LDF-ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള അശാസ്ത്രീയമായ അനധികൃതമായ വാർഡ് വിഭജനമാണ് നടത്തുന്നതെന്നതാണ് UDF-ന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണം. അത് ശരിവെക്കുന്ന നിലയിലുള്ള ചില കാര്യങ്ങളും തെളിവുകളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായും പറയുകയാണെങ്കിൽ ഈ ഡിവിഷനുകൾ കൂടുന്ന കാര്യത്തിൽ ജനസംഖ്യാനുപാതികമായി നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ കൂടേണ്ടിയിരുന്നത് വൈറ്റില, കടവന്ത്ര ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ അത്തരത്തിലൊരു സംഭവം
പരിശ്രമമോ ഒരു നീക്കമോ ഉണ്ടാകാതെ പള്ളുരുത്തി ഭാഗത്താണ് ഇത്തരത്തിൽ 2 പുതിയ ഡിവിഷനുകൾ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ അത്തരത്തിൽ ജനസംഖ്യാനുപാതികമായി നോക്കുകയാണെങ്കിൽ പോലും പുതിയ ഡിവിഷനുകൾ വരാനുള്ള ഒരു സാഹചര്യങ്ങളും നിലനിൽക്കാത്ത ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുക, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത്. അതിൽ CPM-ന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്നും UDF എന്തായാലും ആരോപിക്കുന്നുണ്ട്. നിലവിൽ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എറണാകുളത്ത് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? സർക്കാരിൻ്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യാനുപാതികമായി വാർഡിൻ്റെ വിഭജനം നടത്തണം. 2011 അപ്പോൾ 2011 ജനസംഖ്യാനുപാതികമായിട്ട് വാർഡ് വിഭജനം നടത്തുമ്പോൾ അത് ക്ലോക്ക് വൈസ് തുടങ്ങുന്നത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. സാധാരണ എപ്പോഴും അങ്ങനെയാണ് തുടങ്ങാറ് എല്ലാ ഡീലിമിറ്റേഷനും കാലങ്ങളായി. അതിനകത്ത് തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുമായി അടുത്ത് കിടക്കുന്ന ഫോർട്ട് വൈപ്പിനിലെ 600ഓളം വോട്ടുകൾ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഐലൻഡ് ഡിവിഷനിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. അതുകൂടാതെ 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൈറ്റില, അതുപോലെ എടപ്പള്ളി, തമ്മനം, ഈ ഭാഗം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭാഗമാണ്. ആ ഭാഗത്തല്ല ഇപ്പോൾ സീറ്റ് വർദ്ധിച്ചിരിക്കുന്നത്. 2 സീറ്റ് വർധനവ് ഉണ്ടായിരിക്കുന്നത് പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തിയിൽ ജനസംഖ്യാനുപാതികമായി അങ്ങനെ 2 സീറ്റ് വർദ്ധിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ 2 സീറ്റ് CPM-ന് ആധിപത്യമുള്ള മേഖലകളിൽ 2 സീറ്റ് വർദ്ധിപ്പിച്ചു. പകരം സീറ്റ് വർദ്ധിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 9,000-ത്തിലധികം വോട്ടുകളാണ്. 6,02,000 വോട്ടുകളാണ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിക്കകത്ത് 2011 സെൻസസ് അനുസരിച്ച് ഉള്ളൂ. അത് 76 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000-ത്തിൽ താഴെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഭൂപ്രകൃതി വെച്ചിട്ട് വാർഡുകളെ വിഭജിക്കുമ്പോൾ ആ ഭൂപ്രകൃതിക്ക് അനുസൃതമായി 10% കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഡിവിഷൻ കൂടേണ്ട സ്ഥലങ്ങളിൽ 9,000-ത്തിലധികം വോട്ടുകളാണ് 18 ഡിവിഷനുകളിലായി ഉള്ളത്. 9,000-ത്തിലധികം വോട്ട്. അത് സർക്കാരിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. ഈ അയലൻഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ മുൻപ് ഇത്തരത്തിൽ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ച് കൊച്ചിയുടെ ഭാഗമാക്കി മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 1985 മുമ്പ് ഐലൻഡിലായിരുന്നു ഈ ഫോർട്ട് വൈപ്പിനിലെ വോട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ജനങ്ങൾ മുഴുവൻ വലിയ സമരം നടത്തിയിട്ടാണ് 1985 അത് ഫോർട്ട് കൊച്ചി 1-ാം ഡിവിഷനിലേക്ക് മാറ്റിയത്. ആ 600 ചില്ലാൻ വോട്ടുകൾ. അപ്പോൾ ആളുകൾ മുഴുവൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഐലൻഡിലെത്തണം. ആ സമരം ചെയ്ത് അത് മാറ്റിയത് ഇപ്പോൾ 10-40 വർഷത്തിന് ശേഷം അത് വീണ്ടും പഴയ രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, അഡീഷണൽ സെക്രട്ടറിയാണ് ഈ വർക്ക് മുഴുവൻ ചെയ്തത്. ഈ വർക്ക് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന അഡീഷണൽ സെക്രട്ടറി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല എന്ന് കണ്ട് ഇത് വേറൊരു അഡീഷണൽ സെക്രട്ടറിയെ കൊണ്ടുവന്ന് നിലവിലുള്ള ആളെ മാറ്റി പുതിയൊരാൾക്ക് ചുമതല കൊടുത്തു. വന്നിരിക്കുന്ന ആൾക്ക് ഇത് എന്താണെന്ന് കൂടി അറിയില്ല. പകരം ഉദ്യോഗസ്ഥന്മാർ, ഈ അഡീഷണൽ സെക്രട്ടറി പുതിയ ആൾ വന്ന് അയാളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് വരുത്തി തീർത്ത് അവരുടെ CPM-ൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അവരെ വച്ച് CPM നേതാക്കന്മാർ കൊടുത്ത അതേ ലിസ്റ്റാണ് ഇപ്പം അംഗീകരിച്ചിരിക്കുന്നത്. ഏത് നിലയിലാണ് ഇനി കോൺഗ്രസിൻ്റെ പ്രതിഷേധവും അതുപോലെ തന്നെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും? അതിപ്പോൾ ജില്ലാ കളക്ടർക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുക്കും. ഇതെല്ലാം വ്യവസ്ഥാപിതമല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇത് തള്ളിക്കളയുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുന്ന സമീപനമായിരിക്കും ഉണ്ടാകുക. കോർപ്പറേഷൻ കൗൺസിലർമാർ, മിനിമോൾ അടക്കമുള്ള അരിസ്റ്റോട്ടലും ഹെൻറിയും പൈനിത്തറയും അടക്കമുള്ള കോർപ്പറേഷൻ്റെ നിരവധി വട്ടക്കാലം കൗൺസിലർമാരായിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരാളോട് പോലും അന്വേഷിക്കാതെ ആലോചിക്കാതെ ഒരു തരത്തിലും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുണ്ട്, ഒരാളുമായി ആലോചിക്കാതെ CPM ആളുകളുമായി മാത്രം ആലോചിച്ച് ഉണ്ടാക്കിയത് അവർക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യ രീതിയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡിയാണ്, എല്ലാവരും കൂടി ചെയ്യേണ്ടതാണ്. ആ വ്യവസ്ഥതകളെല്ലാം മറികടന്നുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവർക്ക് ജയിക്കാവുന്ന അവരുടെ കോട്ട എന്ന് അവകാശപ്പെടുന്ന പള്ളുരുത്തിയിൽ 2 ഡിവിഷനാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതവിടെ നിയമപരമായി ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ചെയ്താൽ പോലും ഒരു ഡിവിഷനിൽ പോലും ഉള്ള വോട്ട് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഡിവിഷനിൽ വോട്ട് കുറവാണ്. അപ്പോൾ അതുപോലെ തേവര ഡിവിഷനുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുണ്ട്. പുഴയും പാലവും എല്ലാം കടന്നിട്ടാണ് കിലോമീറ്റർ
കടന്നിട്ടാണ് കട്ടാരി ഭാഗം ഉൾപ്പെടെ കൊണ്ടുവന്ന് തേവരയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഈ സ്മൃതി, ഇതാണ് ഏറ്റവും പ്രധാനമായും UDF-ന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന പരാതി. അതായത് നാച്ചുറൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് LDF-ന് അനുകൂലമായിട്ടുള്ള ഇടങ്ങളിൽ ഈ വിഭജനത്തിലേക്ക് കടക്കാത്തതിന് കാരണമായി പ്രധാനമായും പറയുന്നത്. പക്ഷേ മറ്റിടങ്ങളിൽ, അതായത് ഇവർക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഈ നാച്ചുറൽ ബൗണ്ടറീസ് കൂടി കണക്കാക്കാതെ അത് വകവയ്ക്കാതെയുള്ള നിലയിലുള്ള വിഭജനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി UDF-ന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു. അതുപോലെ UDF കൗൺസിലർമാരുടെ ഏതെങ്കിലും നിലയിലുള്ള ആലോചന ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നതുമാണ് പ്രധാന ആരോപണം. ശരി, ഇല്ല, ഒരു ആലോചന നടത്തിയിട്ടില്ല. മാത്രമല്ല അവർ പറഞ്ഞ കൗൺസിലേഴ്സായിട്ടോ ജനപ്രതിനിധികളായിട്ടോ ആലോചന നടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം തുടങ്ങിയ DC സെക്രട്ടറി നന്നായിട്ട് തന്നെ ചെയ്തു തുടങ്ങിയതാണ്. അത് CPM-ന് അനുകൂലമല്ല എന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹത്തെ എടുത്ത് മാറ്റി പുതിയ അഡീഷണൽ സെക്രട്ടറിയെ വെച്ചു. അനുകൂലമല്ല എന്ന് തോന്നിയ അഡീഷണൽ സെക്രട്ടറി ഇവിടുന്ന് സ്ഥലം മാറ്റി. അതെ ഒരിക്കൽ ആദ്യം നന്നായി ചെയ്തു തുടങ്ങിയ അഡീഷണൽ സെക്രട്ടറി മാറ്റിയിട്ട് പുതിയ ആളെ വെച്ചു. അയാൾക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം വന്നിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. ശരി, വ്യാപകമായ പരാതികളാണ്, ഗൗരവത്തിലുള്ള പരാതികളാണ്, പലതും നിയമ പോരാട്ടത്തിലേക്കും കടക്കുന്നു. അതല്ലാതെ കൊടുത്തിരിക്കുന്ന 16,000 പരാതികൾ, അതിന്മേൽ എന്തായി നടപടികൾ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. അലി അക്ബർ ഷായാണ് കൊച്ചി കോർപ്പറേഷൻ മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വാർഡ് വിഭജനം ശരിയായ രീതിയിലാണോ? ലൈവത്തോൺ പരിശോധിക്കുകയാണ്. ഇനി ഏറ്റവും അധികം പരാതികൾ ഉയർന്നിരിക്കുന്ന കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലേക്കാണ്. അവിടെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണ്, അവിടെ നിയമലംഘനമുണ്ട് എന്നാണ് UDF-ന്റെ പരാതി. അതിർത്തികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരിക്കുന്നു, വീടുകളുടെ എണ്ണം തെറ്റായി രേഖപ്പെടുത്തിയെന്ന് പരാതിയുണ്ട്. ഭൂപടത്തിൽ പരക്കെ അവ്യക്തതയും പരസ്പര ബന്ധമില്ലായ്മയുമാണെന്നാണ് UDF-ന്റെ ഗുരുതര ആരോപണം. ദീപക് മലമയാണ് കൊടുവള്ളിയിൽ നിന്ന് വരുന്നത്. ദീപക്, ഇപ്പോൾ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 16,000 പരാതികളുള്ളതിൽ 308 പരാതിയും കൊടുവള്ളിയിൽ നിന്നാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്തൊക്കെ തരം പരാതികളാണ് ഉയരുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് കൊടുവള്ളി നഗരസഭയ്ക്ക് മുൻവശത്താണ്. ഇത് കൊടുവള്ളി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. എന്ന് വെച്ചാൽ കൊടുവള്ളി നോർത്ത് എന്ന് നേരത്തെ രേഖപ്പെടുത്തിയ ആ വാർഡ് ഇപ്പോൾ അത് ഞെള്ളോറ എന്ന് പറയുന്ന വാർഡായിട്ട് മാറുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു നഗരം കേന്ദ്രീകരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഏറെ മാറി ഞെള്ളോറ മലയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിലേക്ക് ഈ വാർഡ് തന്നെ മാറിപ്പോകുന്നു എന്നുള്ള കാഴ്ചയാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 308 പരാതികൾ ഇതിനോടകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പരാതികൾക്ക് അടിസ്ഥാന കാര്യം എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിച്ചറിയേണ്ടതുണ്ട്. എനിക്കൊപ്പം മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ദുൾ വെള്ളാറയുണ്ട്, ഒപ്പം തന്നെ KK ഖാദർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 308 പരാതി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പ്രധാനമായും നിങ്ങൾ പറയുന്നത് അതിൻ്റെ അതിർത്തി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, വീടുകളുടെ എണ്ണത്തിലുള്ള പ്രശ്നം, എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, ഒരു ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളിൽ പാലിക്കേണ്ട ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മാനദണ്ഡം ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അതിർത്തികൾ, നമ്മൾ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള അതിൽ ആ രീതിയിലേക്ക് ഇത് ഓരോ വാർഡുകളും യോജിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വാർഡുകളിൽ പോലും യോജിപ്പുണ്ടാകുന്നില്ല. അതേപോലെ തന്നെ അതിർത്തി നിർണ്ണയിച്ചത് നമുക്ക് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ എല്ലാ റോഡുകളും പൂർണ്ണമായും ആസ്തി രജിസ്റ്ററുണ്ട്. അത് നമ്മൾ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതാണ്. ഈ അതിൽ വരുന്ന 70% റോഡുകളും ഈ നമ്മൾ ആസ്തി രജിസ്റ്ററിലുള്ളതോ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതോ മെമ്പർമാർക്ക് മനസ്സിലാകുന്നതോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാൻ കഴിയുന്നതോ അല്ല. അപ്പോൾ പൂർണ്ണമായും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് സമർപ്പിച്ച സെക്രട്ടറിയോട് സംസാരിച്ചു. നിങ്ങളൊന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാർഡ് അതിൻ്റെ അതിർത്തി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അയാൾ കൈമലർത്തുക. അയാൾ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തോളി. ഇങ്ങനെ ഇത്രയും വൃത്തികേട് ചെയ്ത് വെച്ചിട്ട് പരാതി കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഏതെങ്കിലും ഒരു മാനദണ്ഡം. അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ അസസ്മെൻറ്റിലുള്ള നമ്പറുകളല്ല ഇവരെടുത്തിട്ടുള്ളത്. അസസ്മെൻറ്റ് പൂർണ്ണമായും തെറ്റായിട്ടാണ്. അസസ്മെൻറ്റിലുള്ള വീടുകൾ ഇതിനെ കൂട്ടിയും കുറച്ചുമാണ് വാർഡുകൾ നിർമ്മിച്ചത്. ഇതൊക്കെ ഭരണഘടനാപരമായും ഇതിൻ്റെ നഗരസഭയുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വാർഡ് ഡീലിമിറ്റേഷൻ നടത്തേണ്ട മാനദണ്ഡങ്ങൾക്കോ ഇതിനൊക്കെ എതിരാണ്. ഇപ്പം KK ഖാദർ, നിങ്ങൾ പരാതി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഇടവഴികളൊക്കെ ചിലയിടങ്ങളിൽ ഇതിന് അതിർത്തിയായി കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഓക്കെ, ഇതിലെന്താ സംഗതി എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡുകൾ, ഈവൻ നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ മറ്റ് പ്രധാന റോഡുകൾ, ഈ റോഡുകളൊക്കെ അതിർത്തിയാക്കി എടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ റോഡുകൾ നിലനിൽക്കെ അതിൻ്റെ അരികിലൂടെ 10 മീറ്റർ മാറി അല്ലെങ്കിൽ 50 മീറ്റർ മാറി ഇല്ലാത്ത ഇടവഴികളും
ഊടുവഴികളുമൊക്കെ അതിർത്തിയായി കാണിച്ചു. ഈ റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് 10 വീട് എടുത്തിടുക, അക്കരെ നിന്ന് ഇക്കരയ്ക്ക് റോഡുകൾ എടുത്തു വിടുന്ന രൂപത്തിലേക്ക് അതുപോലെ ഇവിടെ പിന്നെ ഈ അതിർത്തികൾ തമ്മിൽ യോജിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം കാണിക്കാൻ കഴിയും. ഇവിടെ കാണിക്കില്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ കാണിക്കാം. ഇവിടെ ഇല്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് അങ്ങനെ ഒരു 1-2-3 സ്ഥലങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ അതിരുകൾ തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു വാർഡിൻ്റെ 2ാമത്തെ വാർഡിൻ്റെ തെക്കാണ് 3ാമത്തെ വാർഡിൻ്റെ വടക്കായി വരേണ്ടത്. ഇതങ്ങനെ വരുന്നില്ല. മാത്രമല്ല ഇതിൽ പറയുന്ന അതിരുകൾ പോലും ഒന്നിനോട് യോജിക്കുന്നില്ല. 4 അതിരുകൾ പറയുമ്പോൾ ഈ 4 അതിരുകൾ തമ്മിൽ യോജിക്കുന്നില്ല. തെക്ക് ഭാഗത്ത് പറയുന്ന 2-3 അതിരുകൾ തമ്മിൽ പോലും യോജിക്കുന്നില്ല. അപ്പോൾ അതിരുകൾ യോജിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞത് 11,000 സംതിങ് ആണ് ഇവിടുത്തെ അസസ്മെൻറ്റ് രജിസ്റ്റർ പ്രകാരം ഇവിടുത്തെ വീടുകളുടെ എണ്ണം, ഗവൺമെൻറ് നിശ്ചയപ്രകാരം. എന്നാൽ ഇവരെടുത്തിരിക്കുന്നത് 12,150 വീടുകൾ ഇതിൽ കൂട്ടി. ഇവരെ എന്ത് മാനദണ്ഡം എന്നറിയില്ല. അല്ല, ഞാൻ ഇടപെട്ടൊന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, നിങ്ങൾ അറിയുന്ന സെക്രട്ടറിയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇത് സെക്രട്ടറിയിൽ മാത്രം നിക്ഷിപ്തമായ സംഗതിയാണ്. ഇതിൽ ഭരണസമിതിക്ക് യാതൊരു റോളും ഇല്ല. സ്വാഭാവികമായിട്ട് കാലാകാലം സെക്രട്ടറിമാർ അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആശയവിനിമയം നടത്തും, കാരണം അവർക്ക് പരിചയക്കുറവുള്ളതുകൊണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു പരിചയം ഈ ജനപ്രതിനിധികൾ നടത്തിയില്ല. മാത്രമല്ല ഈ ഓഫീസിലെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇന്ന ആളുകളെ കൂട്ടുന്ന ഗവൺമെൻറ് മാർഗ്ഗനിർദ്ദേശമുണ്ട്. ഇതിനൊരു ക്ലർക്കുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. ഈ ക്ലർക്കിനോ അതല്ല ഇവിടുത്തെ ഒരു സ്റ്റാഫിനോ ഇതുമായി യാതൊരു സെക്രട്ടറി നേരിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരതിരും അറിയില്ല, അദ്ദേഹത്തിന് റോഡ് അറിയില്ല. അദ്ദേഹത്തിന് പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുത്ത ഒരു പിന്നെ രൂപം മാത്രമേ ഇത്. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 308 വീടുകളാണ് ഇവിടുത്തെ മാനദണ്ഡം അനുസരിച്ച് ശരിക്കും വരേണ്ടത്. അതിന് പകരം ഇത് 1000 വീടുകൾ കൂട്ടിക്കാണിച്ചതിൻ്റെ ഭാഗം 330ആയി. 330-ൽ സ്വാഭാവികമായി 10% കൂട്ടുമ്പം 360, അല്ലെങ്കിൽ 300-ൽ നിൽക്കണം. ഇതിന് 300-ൻ്റെയും 360-ൻ്റെ ഇടയിലാണ് വീടുകൾ നിൽക്കേണ്ടത്. എല്ലാ വാർഡുകളിലും ഇപ്പം വിഭജിച്ചതിൽ ആ ഒരു കണക്ക് വരുന്നു? ഇല്ല, വരുന്നില്ല. ചില സ്ഥലത്ത് 150 ഉള്ളൂ, അല്ലെങ്കിൽ 170 ഉള്ളൂ. ചില സ്ഥലത്ത് അത് 600 ഉണ്ട്. ചില സ്ഥലത്ത് 500-600 വരുമ്പോൾ ചില സ്ഥലത്ത് 150-ഉം 200 ഉള്ളൂ. മാത്രമല്ല ഒരു വാർഡിൽ കാണിച്ച വീടുകൾ തന്നെ തൊട്ടടുത്ത വാർഡിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ചില വീടുകൾ 100-150 വീടുകൾ എവിടെയും കാണാതെയും നിൽക്കുന്നുണ്ട്. ഈ മാപ്പ് വരിച്ച അതിരും ഇതിൽ അനുബന്ധം 2 പ്രകാരം അല്ല 4 പ്രകാരം പറയുന്ന അതിരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് വേറെ വഴിക്ക് പോകുന്നു. വീടുകൾ അത് ഒരാൾക്ക് ഈവൻ എൻ്റെ വീട്, ഞാൻ അടങ്ങുന്ന വീട് ഈ കൊടുവള്ളി ടൗണിലെ ഈസ്റ്റ് വാർഡിലാണ് എൻ്റെ വീട്. എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന 63 വീടുകൾ എവിടെയാണ് എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. നിങ്ങൾക്ക് വന്നാൽ കാണിച്ചു തരാം. ഈ 63 വീടുകൾ ഇതിൽ 29-ൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ മാപ്പ് പ്രകാരം ഞങ്ങൾ 28-ലാണ്. എന്നാൽ മറ്റ് വീട് അതിർത്തി പ്രകാരം ഞങ്ങൾ എവിടെയില്ല. അപ്പോൾ എൻ്റെ അടുക്കുന്ന 63 വീടുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിക്ക് ഉത്തരവില്ല. സെക്രട്ടറി നിങ്ങൾ പരാതി കൊടുക്കുന്നു. അങ്ങനെ ആളുകളായിട്ട് പരാതി, അതുകൊണ്ടാണ് ഇത്രയും പരാതികൾ വന്നത്. ഇപ്പം സ്മൃതി 308 പരാതികളൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇത് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നേരത്തെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ 36 വാർഡുകളിലേക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്ത് നൽകും. ഇനിയിപ്പോൾ 37 വാർഡുകളായി മാറുന്നു. ഇങ്ങനെ വീടുകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും. എന്തായിരിക്കും സംഭവിക്കുക? അല്ല, അത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു ഡിവിഷനിൽ 150 വീട്, വേറൊരു ഡിവിഷനിൽ 400 വീട്. ഇത് നമുക്ക് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മാത്രമല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ പല വിഷയങ്ങളിലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്, ഇതൊന്നും നമുക്ക് നടക്കില്ല. കാരണം ചില വാർഡുകൾ വളരെ അമീബ പോലെ ചെറുത്, ചിലത് ഇന്ത്യൻ മാപ്പ് പോലെ വളരെ വിശാലമായ വാർഡുകൾ. അപ്പം തീർത്തും അസാസ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നിലക്കും വാർഡിന് നമ്മുടെ വികസന പ്രവർത്തനം നടത്താനോ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനോ പറ്റാത്ത രീതിയിൽ വളരെ വിചിത്രമായ ആ മാപ്പ് ആർക്ക് കണ്ടാലും മനസ്സിലാകുന്നതാണ്. ഈ മാപ്പ് കണ്ടാൽ തന്നെ ഇതുമായി വലിയ ടെക്നിക്കൽ ബന്ധമൊന്നും വേണ്ട. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം വരച്ചുണ്ടാക്കിയ മാപ്പ് കണ്ടാൽ പല സ്ഥലത്തും ഓരോ വാർഡിലേക്ക് കയറിയിട്ട് അതിൻ്റെ അപ്പുറം കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ചില വാർഡുകളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3-4 കിലോമീറ്ററാണ്. ഒരു സൈഡിൽ നിന്ന് വോട്ട് ചോദിച്ച് മറ്റൊരു സൈഡിലേക്ക് പോകാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ ഒരു മെമ്പർ ആയ ഒരു ജനപ്രതിയായി വന്നാൽ അയാൾക്ക് ഈ വികസനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയില്ല. ശരി ദീപക്, വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം, ഒരു വാർഡിലും പെടാതെ കുറെ പേരെങ്കിലും നിൽക്കുന്നു, 62 കുടുംബങ്ങളിലും അങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി പറഞ്ഞത്. ഏതായാലും ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ പരാതിപ്പെടുമ്പോൾ അവരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടുന്നില്ല എന്നുള്ളത് കൂടിയാണ് കൊടുവള്ളിയിൽ നിന്നുള്ള വിവരം. ഇനി കൊല്ലത്തേക്കാണ്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ആകെ ലഭിച്ചിരിക്കുന്നത് 859 പരാതികളാണ്. CPM നേതാക്കൾ നൽകിയ വിവരമനുസരിച്ചാണ് വിഭജനമെന്നാണ് ഇവിടെയും ആരോപണം. CPMന് വോട്ട് കുറഞ്ഞ വാർഡുകളിലേക്കാണ് കൂട്ടിച്ചേർക്കൽ ഉണ്ടായിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. മറ്റു പാർട്ടികൾക്ക് വോട്ട് കൂടിയ വാർഡാകട്ടെ മുറിച്ചു മാറ്റിയെന്നാണ് ആക്ഷേപം. തൃക്കോവിൽ വട്ടം പഞ്ചായത്തിലെ കണ്ണനന്നൂർ അങ്ങാടിയിലാണ് ദിലീപ് ദേവസിയുള്ളത്.
ദിലീപ്, കൊല്ലത്തെ പൊതുചിത്രം, പരാതികളുടെ എണ്ണമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്? CPM-നെതിരെ വന്നിരിക്കുന്ന ഈ വ്യാപകമായ പരാതിയിൽ അവരുടെ പ്രതികരണം എന്താണ്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണനല്ലൂരിലാണ്. ഈ കണ്ണനല്ലൂർ അങ്ങാടിയിൽ തന്നെ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും തന്നെയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലാണ്, അതായത് 2ാം സ്ഥാനത്താണ്, വലിയ പഞ്ചായത്തുകളുടെ 2ാം സ്ഥാനത്താണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി CPM-ൻ്റെ ഒരു തന്ത്രമാണ് വാർഡ് വിഭജനം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിനെ CPM-കാർ മറ്റൊരു രീതിയിലാണ്, ഇത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നതാണ് CPM-കാരുടെ പറയുന്നത്. നമുക്ക് ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറുണ്ട്, DCC ജനറൽ സെക്രട്ടറിയായ ഫൈസൽ കൊളപ്പാടം, ഇതിനെക്കുറിച്ച് വാർഡ് വിഭജനത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ കൊല്ലത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച കാര്യങ്ങൾ പറയും. ഇത് ശരിക്കും നിങ്ങൾ പറയുന്നത് CPM-കാരെ വോട്ട് കിട്ടാൻ വേണ്ടി വാർഡ് വിഭജിച്ചു എന്നാണോ? ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വാർഡ് വിഭജനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് ഇഷ്ടമുള്ള ഭാഗത്ത് 1ാമത്തെ വാർഡ് മുതൽ അവസാനത്തെ വാർഡ് വരെ കൃത്യമായി ഓരോ വാർഡുകളിലും കൃത്യമായി പുനർനിർണയം നടത്തണം എന്നുള്ള മാനദണ്ഡം ഇവിടെ മാറ്റിവെച്ചുകൊണ്ട് അവർക്കിഷ്ടപ്പെട്ട ഒരു ഭാഗം ഒരു പാളി പോലെ അടർത്തെടുത്തിക്കൊണ്ട് LC ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ AC ഓഫീസിൽ നിന്നും DC ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള വിഭജനമാണ് ഇവിടെ കൃത്യമായി നടത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു വാർഡിലുള്ള ജനസംഖ്യ, ആ ജനസംഖ്യ 10% അധികരിക്കാനോ കുറയുവാനോ പാടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്നും കൊടുക്കുകയും ഈ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥരെ അതിനനുസരിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അടികൊണ്ട ചേര സഞ്ചരിക്കുന്നത് പോലെ, വെടികൊണ്ട പന്നി ഓടുന്നത് പോലെ ഒരു വാർഡ് വിഭജനം ഉണ്ടായിരിക്കുകയാണ്. ഒരു വാർഡിൻ്റെ ഒരറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ പോലും പോകുവാൻ കഴിയാത്ത നിലയിൽ അശാസ്ത്രീയമായിട്ടുള്ള വിഭജനമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത്. ചേട്ടാ, ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ് പറയുന്നത്. CPM-കാരെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? CPM എന്നുള്ള നിലയിൽ പറയാനുള്ള 20-25 വർഷമായിട്ട് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 5000 മുതൽ 7000 വരെ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. അപ്പോൾ ജനസംഖ്യ രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് പാറ്റേൺ UDF-ന് അനുകൂലമായ പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ളതേ ഉള്ളൂ. ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം 825 വീട് മുതൽ 875 വരെ വീട് വരെ ഒരു വാർഡിൽ ഉണ്ടായിരിക്കണോ എന്നുള്ള ഘടനയാണ് അവർ പറയുന്നത്. ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ ആ അംഗീകാരം അനുസരിച്ച് 825 മുതലുള്ള വീടുകളെ ക്രമീകരിച്ചുകൊണ്ടാണ് തൃക്കോൾവട്ടത്തിൻ്റെ ഒരു വാർഡ് വിഭജനം പഞ്ചായത്ത് സമിതി എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മറ്റും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനാൽ പാർട്ടിയും മറ്റുള്ള സഹാക്കളും ഒക്കെ ഇടപെടുകയും പൊതുജനമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഒരു നിർദ്ദേശം ഈ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അംഗീകാരം പറ്റത്തില്ല എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇത് രാഷ്ട്രീയമല്ല. മറ്റൊരു കാര്യം കൂടെ പറയും, കേട്ടല്ലോ, അടികൊണ്ട പാമ്പും വെടികൊണ്ട പന്നിയെ വിഭജിച്ചത് അല്ല, അങ്ങനെ ഒരു വിഭജനം നടന്ന എല്ലാ റോഡും ഉദ്യോഗസ്ഥന്മാരെ ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ ഗവൺമെന്റ് എടുത്ത നിലപാടൊക്കെ കറക്റ്റ് തന്നെയാണ്. അല്ല, എല്ലാ വാർഡുകളും റോഡുകളും മറ്റേ പാലങ്ങളോ തോടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഘടന അനുസരിച്ചാണ് ഇത് വിഭജിക്കുമ്പോൾ ഒരു വാർഡിൽ 825 വീട് മുതൽ 875 വീട് വരെ ഉണ്ടായിരിക്കണം. വോട്ടല്ല പ്രധാന വിഷയം. ഈ പറഞ്ഞത് ചേട്ടൻ കുറേ തൃക്കോവട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 23 വാർഡുകളാണുള്ളത്. ഒരു വാർഡ് ഇവിടെ കൂടിയിരിക്കുക 24. പെരുങ്കുളം എന്നാണ് ആ കൂടിയ വാർഡിൻ്റെ പേര്. ഈ പെരുങ്കുളം ഈ വാർഡ് എടുത്തിരിക്കുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു ഏലയുണ്ട്. ഏലയ്ക്ക് അപ്പുറം ഇപ്പുറവും നിർത്തിയാണ് വാർഡ് എടുത്തിരിക്കുന്നത്. അതായത് പുതുച്ചറത്തിൻ്റെ കുറേ ഭാഗം, പേരയത്തിൻ്റെ കുറേ ഭാഗം, മൈലാപ്പൂരിൻ്റെ കുറേ ഭാഗം, ഡീസൻറ്റ് ജംഗ്ഷൻ്റെ കുറേ ഭാഗം ചേർത്താണ് ഇത്. അതായത് പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെ പേരയുണ്ട്. അതെ, ഈ തൃക്കോട്ടത്തൊരു പേരയം വാർഡുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പേരയം വാർഡ്. ഉമേനല്ലൂർ, അതെ, ഉമേനല്ലൂർ BJP ഭരിക്കുന്ന വാർഡ്. BJP ഭരിക്കുന്ന
പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയപരമായിട്ട് വിഭജനം വളരെ അശാസ്ത്രീയമാണ്. ഈ ഗവൺമെന്റിന്റെ, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഒരു ഉത്തരവും, അതായത് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള അവരും തമ്മിലുള്ള ഗൂഢമായ ഒരു പദ്ധതിയാണ് ഇപ്പോഴത്തെ ഈ ഡീലിമിറ്റേഷൻ. ശരി, ദിലീപ് ദേവസ്യ, കൊല്ലത്ത് നിന്നും ചിത്രം വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലും വാർഡ് വിഭജനത്തിൽ പരാതിയുണ്ട്. വാർഡ് വിഭജന കരാറിൽ അശാസ്ത്രീയത എന്ന ആരോപണം അവിടെയും ഉയരുന്നു. ചെന്നീർക്കര പഞ്ചായത്തിലെ പ്രധാന പ്രദേശമായ മുട്ടത്ത് കോണത്തിന്റെ പേരങ്ങ് ഒഴിവാക്കുകയാണ്. നല്ലാനിക്കുന്ന് നോർത്ത്, സൗത്ത് എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത്. വിഭജനത്തിന് ശേഷം പത്തനംതിട്ട നഗരസഭയിൽ വാർഡുകളുടെ എണ്ണം 33 ആയിരിക്കുന്നു. 33-ാം വാർഡായി കളക്ട്രേറ്റ് വാർഡ് രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, പത്തനംതിട്ടയിലെ പരാതികൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് കേട്ട അതേ സമാന സ്വഭാവത്തിലുള്ള പരാതികളാണോ? ഇവിടെയും CPM പ്രതിക്കൂട്ടിലാണ് അല്ലേ? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നെല്ലാനിക്കുന്ന് ആ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ഇത് മുട്ടത്തുകോണം എന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ കൃത്യം നിൽക്കുന്ന സ്ഥലം മുട്ടത്തുകോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ വാർഡ് വിഭജനം അത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് സ്കൂളുകൾ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയവയ്ക്ക് ആണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ 1-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഈ 1-ാം വാർഡിൻ്റെ ചില ഭാഗങ്ങൾ അത് മാറ്റി പുതുതായി ഒരു വാർഡ് കൂടി രൂപീകരിച്ചു. അത് 15-ാം വാർഡ്. അതായത് ഈ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളാണ് ആകെയുള്ളത്. ഇപ്പോൾ ഒരു വാർഡ് കൂടി കൂടുതലായി വന്നിരിക്കുന്നു. അങ്ങനെ 15 വാർഡായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ ഓഫീസ് പരിസരത്താണ്. അതായത് ഈ ഓഫീസ് പരിസരം, ഈ സ്കൂളിൻ്റെ ഈ ഭാഗം ഇരിക്കുന്നത് ഒന്നാം വാർഡിലാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ മറുവശം, അതായത് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്നത് പുതുതായി രൂപീകരിച്ച 15-ാം വാർഡിലാണ്. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടങ്ങൾ ഒരു വാർഡിലും, വാർഡ് വിഭജനം വന്നപ്പോൾ ഒരു ഭാഗം, അതായത് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പുതുതായി രൂപീകരിച്ച വാർഡിലും വന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? അതെ, മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുരാതനമായ ഒരു നാടിൻ്റെ പേര് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് തിരിച്ചറിയ രേഖകൾ ഉൾപ്പെടെ വലിയ മാറ്റം, അതിൻ്റെ കാലതാമസം ഉണ്ടാവും, അതുപോലെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ അശാസ്ത്രീയമായ തരത്തിലുള്ളൊരു വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത്. സ്മൃതി, ഈ കാണുന്ന റോഡാണ് ഇരു വാർഡുകളും തമ്മിലുള്ള അതിർത്തിയായി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗമെല്ലാം ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായിരുന്നു. ആ 1-ാം വാർഡിൻ്റെ ചില ഭാഗങ്ങൾ കൂടി മാറ്റി ഈ റോഡിൻ്റെ മറുവശം അത് 15-ാം വാർഡായി രൂപീകരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, എല്ലാ വാർഡുകളിലും നമുക്കറിയാം കുടുംബശ്രീ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാണ്. പക്ഷേ ഈ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ വാർഡ് വിഭജനം വന്നപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തെയും അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-ാം വാർഡിലെ CDS ചെയർപേഴ്സൺ നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക? ഞങ്ങളുടെ കുടുംബശ്രീ പ്രസ്ഥാനം 1-ാം വാർഡിൽ 10 കുടുംബശ്രീയാണ് എനിക്കുണ്ടായിരുന്നത്. അതിപ്പോൾ 4 വാർഡിലോട്ട് മാറിയിരിക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. 1-ാം വാർഡ്, 14-ാം വാർഡ്, 2-ാം വാർഡ്, 15-ാം വാർഡ് അങ്ങനെ മാറിയിരിക്കണം. അത് വളരെ ബുദ്ധിമുട്ട്. അതുതന്നെയല്ല, ഈ 1-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ ലോൺ എടുത്തിട്ടവർക്ക് ഇപ്പോൾ 14-ാം വാർഡ് കൊണ്ടടയ്ക്കണം. അതുപോലെ പല പല വിഷയങ്ങളാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ. അതിലെ കുടുംബശ്രീ ഞങ്ങൾക്ക് 1-ാം വാർഡിലെ കുടുംബശ്രീ ഒന്നായിട്ട് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഈ ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങൾ വരും അല്ലേ? ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ 14 വാർഡുകാരും 2-ാം വാർഡുകാർ ഈ 1-ാം വാർഡിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ ഞങ്ങൾ നീക്കം ചെയ്തിട്ട് ഇപ്പോൾ 1-ാം വാർഡ് മാത്രമാക്കി ഞങ്ങൾ കുടുംബശ്രീ മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അന്ന് തന്നെയാണ് ഞങ്ങൾ ഈ 14-ാം വാർഡുകാർ ഒഴിവാക്കിക്കൊണ്ട് കുടുംബശ്രീയുടെ ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങിയ. അപ്പം ഇവരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഭാഗം ചെയ്യാൻ പറ്റത്തില്ല. 1-ാം വാർഡിലെ കുടുംബശ്രീ ഒന്നായിട്ട് തന്നെ പോകണമെന്നാണ് ഞങ്ങൾ. സ്മൃതി, നേരത്തെ ഈ മുട്ടത്തുകോണം അത് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നെല്ലാനിക്കുന്ന് സൗത്ത്, നെല്ലാനിക്കുന്ന് നോർത്ത് എന്നിങ്ങനെ ഈ വിഭജനം വന്നപ്പോൾ പുതിയ പേരുകളാണ് വന്നിരിക്കുന്നത്. അതിനോട് ഈ നാട്ടുകാർ ഒരിക്കലും യോജിക്കുന്നില്ല. നെല്ലാനിക്കുന്ന് എന്നൊരു വാർഡ് നേരത്തെ ഉണ്ടായിരുന്നു. അത് വിഭജിച്ചാണ് ഈ നെല്ലാനിക്കുന്ന് നോർത്ത്, സൗത്ത് എന്നിങ്ങനെ മാറ്റിയത്. ഈ പത്തനംതിട്ട നഗരസഭയിലും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഇപ്പോൾ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സുരേഷ് കുമാർ കൂടി നമ്മോടൊപ്പം. ഈ കളക്ട്രേറ്റ് വാർഡാണ് പുതുതായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്? പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വാർഡ് വിഭജനം നടത്തേണ്ട രീതിയിലല്ല നടത്തിയിരിക്കുന്നത്. ഇത് തികഞ്ഞ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. ഈ വാർഡ് വിഭജനം നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ K-സ്മാർട്ടിലുള്ള ആ വീടുകളുടെ എണ്ണം അനുസരിച്ച് K-സ്മാർട്ടിൽ കൂടിയാണ് വീടുകളുടെ എണ്ണം നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. K-സ്മാർട്ടിലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാർഡുകളിലും ഈ K-സ്മാർട്ട് എടുക്കുമ്പോൾ അത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ, അതായത് വാസഗൃഹങ്ങൾ അനുസരിച്ച് വേണം വിഭജിക്കേണ്ടത്.
പക്ഷേ കെ സ്മാർട്ടിൻ്റെ ആ വാസഗൃഹങ്ങളിൽ നിന്നുള്ള പല കെട്ടിടങ്ങളും നോക്കുമ്പോൾ അതെല്ലാം കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളാണ്. പക്ഷേ അവിടെ കിടക്കുന്നത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് വിഭജനം നടത്തിയിരിക്കുന്നത്. വിഭജനം നടത്തുമ്പോൾ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ വീടിൻ്റെ എണ്ണം നോക്കണം. 2, ജനങ്ങളുടെ ഒരു സംഖ്യ നോക്കണം. പത്തനംതിട്ട നഗരസഭയിലെ 462 വീടുകൾ, വാസഗൃഹങ്ങളാണ് ഒരു വീടിൻ്റെ മാനദണ്ഡമായി വെച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ കെ സ്മാർട്ടിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നുള്ള പറഞ്ഞത് പരിശോധിക്കുമ്പോൾ ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മാറുമ്പോൾ അത് 320, 300 ഒക്കെ ആയി മാറുകയാണ്. അപ്പോൾ തികഞ്ഞ അശാസ്ത്രീയമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ × 2.5 എന്നുള്ള രീതിയിലാണ് ജനസംഖ്യ അവർ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നോക്കുമ്പോൾ പോലും 1150 പത്തനംതിട്ട നഗരസഭ വെച്ചിരുന്നത്. ചില വാർഡുകളിൽ 800-850 ഉള്ളൂ. അപ്പോൾ 10% കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും ഈ ജനസംഖ്യ കൃത്യമായി വരുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പത്തനംതിട്ടയിലെ നേരത്തെ ഉണ്ടായിരുന്ന 11-ാം വാർഡും 13-ാം വാർഡും ആ വാർഡുകളുടെ ഒരു വിഭജനം നടത്തിയിരിക്കുന്നു. ആ വാർഡുകളുടെ വിഭജനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഭാഗം 13-ാം വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 13-ാം വാർഡിൻ്റെ ഒരു ഭാഗം നേരെ 11-ാം വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല വാർഡുകളിലും ഇത്തരത്തിലുള്ള അശാസ്ത്രീയത ഉണ്ടായിരിക്കുകയാണ്. വോട്ടർ പട്ടിക അത് പ്രകാരമുള്ള ഒരു പരിശോധനയൊക്കെ വരണമായിരുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്. സ്മൃതി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ കരമടയ്ക്കുന്ന കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ വരും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ 2ആയി വിഭജിക്കപ്പെട്ട് അത് 1-ാം വാർഡിലും ഒപ്പം തന്നെ 15-ാം വാർഡിലും ആയിപ്പോയ സ്ഥിതിക്ക് അങ്ങനെയുള്ള ഈ സ്കൂളിൻ്റെ രേഖകൾ ഒപ്പം തന്നെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. വിചിത്രമായ കാര്യം തന്നെയാണ് സ്കൂളിനെ 2ആയി വിഭജിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇത് രാഷ്ട്രീയ പരിമിതമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവർ ആണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിനി പുതിയ വീട്ടു നമ്പർ, പുതിയ രേഖകളൊക്കെ വേണ്ടി വരും. പുതിയ രേഖകൾ വേണം. എല്ലാവർക്കും ജനങ്ങളെ ബാധിക്കുന്ന വലിയ കാര്യങ്ങളാണ്. അതെ. സ്മൃതി, പത്തനംതിട്ട ജില്ലയിലും ഈ വാർഡ് വിഭജനം സംബന്ധിച്ച് വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഒരു മാനേജ്മെന്റ് സ്കൂൾ തന്നെ 2ആയി വിഭജിക്കപ്പെടുന്നു. സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്നും ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പോകേണ്ട വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് തന്നെയാണ്. അധികൃതരുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇത് വയ്ക്കുകയാണ്. 16,000-ൽ പരം പരാതികൾ ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു. ആ പരാതികളിൽ എന്ത് നടപടിയെടുക്കുന്നു ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. PK ഷറഫുദ്ദീൻ, ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ചർച്ചയിൽ തുടരുന്നുണ്ട്. ശ്രീ ഷറഫുദ്ദീൻ, വിവിധ ജില്ലകളിലെ സാഹചര്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതേ വിഷയത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ പ്രതികരിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നു. കലക്ടറോടും ഉത്തരവാദപ്പെട്ട ആളോടും അവരുടെ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞ് ഞാൻ തന്നെയായിരുന്നു. ആ സ്ഥലം സന്ദർശിച്ചിട്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്നതാണ്. ശരി, ഷറഫുദ്ദീനിലേക്ക് പോകുകയാണ്. ശ്രീ ഷറഫുദ്ദീൻ, ഇപ്പോൾ നമ്മൾ പലയിടത്തെ പരാതികളും പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ ഒരു സ്കൂളിനെ തന്നെ 2ആയി വിഭജിക്കുന്നു. സ്കൂളിന്റെ ഒരു ഭാഗം ഒരു വാർഡിലും മറ്റു ഭാഗം മറ്റു വാർഡിലും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ നിരവധി പരാതികളാണ്. 16,896 പരാതികളാണ് വാർഡ് വിഭജനം സംബന്ധിച്ച് ഇതിനകം നൽകപ്പെട്ടിട്ടുള്ളത്. 4-ാം തീയതിയായിരുന്നു പരാതി നൽകേണ്ട അവസാന തീയതി. ഈ പരാതികളിൽ മേൽ എന്തെങ്കിലും രീതിയിലുള്ള പരിശോധന തുടങ്ങിയിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ, അത് താങ്കൾ പരിശോധിച്ചോ? ഈ പരാതികളിൽ മേൽ പരിശോധന നടത്തുന്നതിന് ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കുള്ള പരിശീലനം നടത്തി വരുന്നേ ഉള്ളൂ. അവർക്ക് ഈ മാസം 18-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പക്ഷേ ഡേറ്റ് നീട്ടുമെന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ല. പക്ഷേ ഈ പരിശോധന എന്ന് പറഞ്ഞാൽ തീർത്തും പ്രഹസനമാണ്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, പരിശോധനാ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പ്രവർത്തനം ഓരോ പരാതിയും പരിശോധിക്കുക, അവരെ നേരിൽ കേൾക്കുക, സ്ഥലം സന്ദർശിക്കുക, റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുക എന്നാണ്. ആ സമർപ്പിച്ച റിപ്പോർട്ടും പരാതികളും ഒന്നിച്ച്, പരാതിക്കാരെയും ഒന്നിച്ച് കേട്ടുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അന്തിമമായ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഈ പരാതി കരട് പ്രപ്പോസൽ തന്നെ അട്ടിമറിച്ച സ്ഥിതിക്ക് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടും അട്ടിമറിക്കാനുള്ള കൃത്യമായ നീക്കം നടത്തിയിട്ടുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. CPM-ന് വേണ്ടി സർവീസിലിരുന്ന് കൃത്യമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പരിശോധനയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ CPM-ന് പ്രത്യേക താല്പര്യമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ
സ്വാഭാവികമായിട്ടും CPM ഏത് രീതിയിലുള്ള മാറ്റം വരുത്തിയാലും CPM കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഏത് രീതിയിലുള്ള മാറ്റം വരുത്തിയാലും UDF കിട്ടുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടേക്ക് മാത്രം ചില CPM പ്രവർത്തകരല്ലാത്ത ചില ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ വാർഡ് വിഭജനം അതാത് കാലത്ത് ഭരിക്കുന്നവർ അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അപ്പോൾ UDFന്റെ കാലത്തെ വാർഡ് വിഭജനത്തിലും സമാനമായ പരാതികൾ CPM ഉന്നയിച്ചിട്ടുണ്ട്. ഇത്ര വ്യാപകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, പക്ഷെ അന്നും പരാതി ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ വെറുതെയുള്ള ആരോപണങ്ങളാണ്. കൃത്യമായി പരിശോധിക്കാം. UDFന്റെ മിനിസ്റ്ററിൻ്റെ കാലത്ത് 2015 മിനിസ്റ്റർ കേരളത്തിൽ 24 മുനിസിപ്പാലിറ്റികളിൽ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധിച്ച അന്ന് രൂപീകരിച്ച മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുടെയും മാപ്പ് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരട് വിജ്ഞാപനത്തിലെ മാപ്പ് ഒന്ന് പരിശോധിക്കുക. അതിൽ വ്യക്തമാകും എന്നാണ് കൃത്രിമം നടന്നിട്ടുള്ളത്. അതൊക്കെ രക്ഷപ്പെടുന്നതിന് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രം. UDFന്റെ കാലത്ത് കൃത്യമായിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ നോംസ് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വാർഡ് വിഭജനമാണ് അന്ന് നടത്തിയിട്ടുള്ളത്. ഇന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണവും അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് പരാതി ഉണ്ട് എന്ന് വരുത്താൻ CPM കുറച്ച് പരാതികൾ നൽകി എന്നുള്ളതിലപ്പുറത്ത് ഈ രീതിയിലുള്ള ഒരു അട്ടിമറി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കൃത്രിമം എല്ലാ തലക്കും നടക്കുകയാണ്. ഇത്തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞത് കാര്യങ്ങൾ കുറ്റമറ്റതാക്കുന്നതിന് പുതുതായിട്ടൊരു ആപ്പ്, ഡിജിറ്റൽ മാപ്പ് സിസ്റ്റം കൊണ്ടുവന്നു. അതിന് ക്യൂഫീൽഡ് ആപ്പും കൊണ്ടുവന്നു. പക്ഷേ എന്താ ഉണ്ടായിട്ടുള്ളത്? ക്യൂഫീൽഡ് ആപ്പിൽ കൃത്യമായി പരിശോധിച്ചാൽ അനുബന്ധം 2A അനുബന്ധം 4 പറഞ്ഞിട്ടുള്ള അതിരുകളല്ല മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. മാപ്പ് ഭംഗിയാക്കുന്നതിന് വേണ്ടി, സ്വാഭാവികമായിട്ട് അത് വൃത്തിയിലാക്കുന്നതിന് വേണ്ടി മാപ്പിൽ കൃത്യമായ കൃത്രിമം നടന്നിട്ടുണ്ട്. ആ മാപ്പുമായിട്ട് രേഖകൾക്ക് ബന്ധമില്ല. ഇനി മാപ്പിൽ പറയുന്ന അങ്ങനെ മാപ്പിൽ കൃത്രിമം നടത്തിയിട്ട് പോലുമുള്ള വികൃതമായ ചിത്രങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ അടക്കം പുറത്തുവിട്ടുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വാർഡ് വിഭജനത്തിലുള്ള രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയുള്ള ഈ രീതിയിലുള്ള ഇടപെടൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. UDFന്റെ കാലത്ത് ഈ രീതിയിലുള്ള ഒരു ആക്ഷേപവും ഉന്നയിക്കാനുള്ള ഇട ഉണ്ടായിട്ടില്ല. ശരി, ഏതായാലും വലിയ ചർച്ചയിലേക്ക് നയിക്കുന്ന വിഷയം തന്നെയാണ്. അതിര് കടന്നോ വാർഡ് വിഭജനം എന്നുള്ളതാണ്. അതിര് കടന്നിരിക്കുന്നു പല രീതിയിലും എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. ഓരോ നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വിശദമായ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ വാർഡ് വിഭജനം തികച്ചും അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു വാർഡ് വിഭജിക്കുമ്പോൾ ഒരു സ്കൂളിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന രൂപത്തിലേക്ക് പോലും വാർഡ് വിഭജനം ഉണ്ടായിരിക്കുന്നു. വാർഡ് വിഭജനത്തിൽ 64 കുടുംബങ്ങൾ എവിടെയുമില്ലാതെ വന്നിരിക്കുന്നു എന്നുള്ള കണക്ക് കൊടുവള്ളിയിൽ നിന്ന് കാണുകയും ചെയ്തു. അങ്ങനെ പലയിടത്തുനിന്നും പല രൂപത്തിലുള്ള പരാതികളാണ്. ഈ അശാസ്ത്രീയ വിഭജനത്തിൽ എന്തുണ്ടാകും നടപടി? 4-ാം തീയതി വരെ ലഭിച്ചിരിക്കുന്ന 16,000 പരാതികളിൽ എന്ത് നടപടിയെടുക്കും ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് അറിയേണ്ടത്. നിയമ പോരാട്ടങ്ങൾക്ക് കൂടി വഴിവെക്കുന്ന വലിയ വിഷയമായി ഈ സംഭവം മാറുകയാണ്.